പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം. സൗമ്യനും സോമൻ്റെ പുത്രൻ ചന്ദ്രൻ്റെ മകനും സൗമ്യമായ ഗുണത്തോടു കൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ രാശിചാരം. ബുധൻ തൻ്റെ സുക്ഷേത്രമായ ശുക്രൻ്റെ ഇടവം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് ബുധൻ പ്രവേശിക്കുന്നത്? ബുധൻ 2026 മെയ് മാസം 29-ാം തീയതി, അതായത് 1201 ഇടവമാസം 15-ാം തീയതി കാലത്ത് തന്നെ പ്രവേശിക്കുകയാണ്. സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ആർക്കും സ്വന്തം വീട്ടിൽ ബലമുണ്ടല്ലോ. ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ബുധൻ ശക്തമായി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വമന്ദിരഗതേ ഗ്രഹേ പ്രഭുഭരിഗ്രഹാത് ആയതിം പ്രഭുത്വം. സ്വന്തം ക്ഷേത്രത്തിൽ വരുന്ന ഗ്രഹത്തിന് രാജാവിൽ നിന്ന്, അധികാരികളിൽ നിന്ന് ധാരാളം വരവുണ്ടാകുന്നു. തനിക്ക് സ്വയം ഒരു അധികാരം, പ്രഭുത്വം സ്ഥാപിക്കപ്പെടുന്നു. നവം ഭവനം, പുത്തൻ വീടുണ്ടാകുന്നു, പുത്തൻ ഭൂമി ഉണ്ടാകുന്നു. ഉർവരാക്ഷിതി, ഫലഭൂയിഷ്ടമായ ഭൂമി ഉണ്ടാകുന്നു. ജനേ ബഹുമതിയും പുനഃസകല നഷ്ടവസ്തുന്യപി, ജനങ്ങൾ തന്നെ ബഹുമാനിക്കുന്നു. തനിക്ക് നഷ്ടപ്പെട്ട യശസ്സും സ്ഥാനമാനങ്ങളും തിരിച്ചു പിടിക്കും ഈ ബുധൻ. 25 ദിവസമാണ് കേവലം മിഥുൻ രാശിയിൽ ബുധനുള്ളത്. പക്ഷേ ഇത്ര പ്രാധാന്യത്തോടുകൂടി ഈ ഫലം എന്തുകൊണ്ട് പറയുന്നു? ബുധ ഫലദസ്തു സർവദ, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. എനി മൊമെൻറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ മിറാക്കിൾസ്. ലോട്ടറി അടിക്കുക, അൺഎക്സ്പെക്റ്റഡ് ധനലാഭങ്ങൾ, ബ്രോക്കറേജ് ഉണ്ടാവുക, നല്ല ലാൻഡ് വിൽക്കാൻ പറ്റുക, പൂർവികമായ സ്വത്ത് വിൽക്കുക, ആദായത്തിൽ ഭൂമി ലഭിക്കുക, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ബുധൻ, മിഥുനം രാശിയിൽ നിൽക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും. ഒരു സംശയവുമില്ല, നിസ്തർക്കമാണ് ഈ ഒരു കാര്യം. കാരണം ഇവിടെ ബുധൻ മാറുമ്പോൾ വ്യാഴം അതിശക്തമായി മിഥുനൻ രാശിക്കാർക്ക് എന്നല്ല, വ്യാഴം അതിശക്തമായി തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യുന്നു. എപ്രകാരമാണ് ഈ 25 ദിവസക്കാലം മെയ് മാസം 29-ാം തീയതി മുതൽ ബുധൻ നന്മകളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ചാരവശാൽ ബുധൻ വൃശ്ചികൻ രാശിക്കാർക്ക് 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. അഷ്ടമം നല്ലൊരു ഭാവമാണോ ജ്യോതിഷത്തിൽ? ഏറ്റവും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിരുന്ന പ്രശ്നങ്ങളും ഉള്ള ഭാവമാണ് 8-ാം ഭാവം. ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും 8-ാം ഭാവത്തിൽ ഏത് ഗ്രഹം വന്നാൽ വളരെ ദോഷമാണ്. വ്യാഴവും ശുക്രനും 8-ൽ വന്നാൽ നീചഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബുധൻ 8-ൽ വന്നാൽ വിശ്രുത ഗുണാഹ എന്നൊരു നല്ല ഫലം പറഞ്ഞിരിക്കുന്നു. വിശ്രുതങ്ങളായ ഗുണങ്ങളാൽ അംഗീകരിക്കപ്പെടും. തൻ്റെ ആ ക്വാളിറ്റിയാൽ തനിക്ക് അംഗീകാരം ലഭിക്കുക. അതിനാൽ അങ്ങേയറ്റം നന്മയെ പ്രദാനം ചെയ്യും ഈ ബുധൻ എന്നറിയുക. ശതഞ്ജീവിനോ രന്ധ്രകേ രാജപുത്രേ ഭവന്തിഹ ദേശാന്തരേ വിസുത. വൃശ്ചിക രാശിക്കാർ സ്വന്തം വീട് വിട്ട് വളരെ ദൂരത്തേക്ക് പോകുന്നവരാണ്. ഒരിക്കലും തൻ്റെ നാട്ടിൽ നിൽക്കാറില്ല. അവർക്കിത് ഏറ്റവും അനുകൂലമായി കഴിഞ്ഞ വർഷം 8-ലെ വ്യാഴമായിരുന്നു. ജൂൺ 2 മുതൽ വ്യാഴം 9-ലേക്ക് വരികയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യും ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധനെന്നറിയുക. ശതഞ്ജീവിനോ രന്ധ്രകേ രാജപുത്രൻ, 100 ആയുസ് വരെ ജീവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഭവന്തിഹ ദേശാന്തരേ വിസ്വതഹ, അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാക്കും ഈ ബുധൻ. ഞാൻ പറഞ്ഞു വൃശ്ചിക രാശിക്കാർ ദേശം വിട്ടുപോകും. അതിനാൽ പേരും പ്രശസ്തിയോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ഏറ്റവും മഹനീയമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും ഈ ബുധൻ്റെ അഷ്ടമഭാവസ്ഥിതി എന്നറിയുക. നിധാനം നൃപാത് വിക്രയാത്മാ ലഭന്തേ, രാജാവ് തനിക്ക് സീറ്റ് തരും, ഇരിപ്പിടം തരും. സ്വതവേ വൃശ്ചിക രാശിയുടെ സ്വഭാവം തന്നെ നരപതി കുലപൂജ്യ എന്നാണ്. രാജകുലം പൂജിക്കുന്നവരാണ് വൃശ്ചിക രാശിക്കാർ. ഇവിടെ രാജാവ് തനിക്ക് അംഗീകാരം തരും. വിക്രയാത്വാ, തൻ്റെ അത്യുത്സാഹത്തിലൂടെ, തൻ്റെ പരാക്രമത്തിലൂടെ, അത് വിദ്യയാകാം, ശാരീരികമാകാം, മാനസികമാകാം, ബൗദ്ധികമായ തലത്തിലാകാം. ഇതിലൂടെ തന്നെ തൻ്റെ ആ ബുദ്ധിയുടെ പൂർണ്ണത പ്രകടിപ്പിച്ച്, തൻ്റെ കഴിവിൻ്റെ പൂർണ്ണത പ്രകടിപ്പിച്ച്, തൻ്റെ പരാക്രമത്തിലൂടെ തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. യുവത്യുത്സവം ക്രീഡനം പ്രീതിമെന്ന്, യുവതികളുമായിട്ടുള്ള ഉത്സവങ്ങളുണ്ടാകും. വൃശ്ചിക രാശി എന്നാൽ നിങ്ങൾക്കറിയാം. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവിധ നന്മകളും. വൃശ്ചിക രാശിക്കാർക്ക് പ്രത്യേകിച്ച് നന്ദി, നമസ്തേ.